കയറ്റുമതിയിൽ രണ്ടാം സ്ഥാനത്തെത്തി സ്മാർട്ട് ഫോണുകൾ. ഇലക്ട്രോണിക് സാധനങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ ഫലമായാണ് സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതിയിൽ വർധനമുണ്ടായിരിക്കുന്നത്. 4 വർഷം മുൻപ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ 14ാം സ്ഥാനത്തായിരുന്നു സ്മാർട്ട് ഫോണുകൾ. ആപ്പിളും സാംസങ്ങും പോലുള്ള മുൻനിര കമ്പനികൾ രാജ്യത്ത് ഉൽപാദനം വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് മേഖലയിലെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 45% വർധനയാണ് രേഖപ്പെടുത്തിയത്. സ്മാർട്ട് ഫോൺ കയറ്റുമതി ഏപ്രിൽ-നവംബർ കാലയളവിൽ $1310 കോടി എത്തിയതായി വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓട്ടോമോട്ടീവ് ഡീസൽ ഇന്ധനം, സ്മാർട്ട് ഫോണുകൾ, വ്യോമയാന ഇന്ധനം, വജ്രങ്ങൾ, മോട്ടോർ ഗ്യാസുലിൻ എന്നിവയാണ് ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. 2024-25 ആദ്യ പകുതിയിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന്റെ കീഴിൽ 1600 കോടി രൂപയാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയ്ക്ക് 964 കോടി രൂപയാണ് ലഭിച്ചതും. ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ 2/3 ഭാഗവും ആപ്പിൾ ഐഫോണുകൾക്കാണ്. ഈ നില തുടർന്നാൽ 2026 സാമ്പത്തിക വർഷം സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ 1ാം സ്ഥാനത്ത് എത്തിയേക്കാം.